നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. സോറി സ്നേഹ. അപ്പോ എല്ലാ പ്രശ്നവും ഇതോടെ തീർന്നു. ഇനി മാതിരി നീ പോയിട്ട് എല്ലാവർക്കും ചായ എടുക്ക്. അതിനെന്താ, ഇപ്പൊ എടുക്കാം. വാ പൂജമോളെ. എന്താ അമ്മേ, അപ്പൊ ഞാൻ സഹായിക്കാൻ വരണ്ടേ? അയ്യോ പിന്നെന്താ, എന്റെ മോള് വാ വാ. പുലി പോലെ വന്നത് എലി പോലെ പോയി. വാ പൂജേച്ചി. ഇവളോട് സോറി പറയിപ്പിച്ച് എന്നെ നാണം കെടുത്തിയ മാധുരി, നിനക്കുള്ള പണി ഞാൻ ഉടനെ തരുന്നുണ്ട്. കാത്തിരുന്നോ നീ? അടിയുണ്ടാക്കല്ലേ? എന്തായിടാ പോയിട്ട്? കാര്യം അത് തന്നെ. ഞാൻ പറഞ്ഞില്ലടാ, അവളുടെയും നിന്റെ അമ്മയുടെയും ആ പരിങ്ങലും പദം പറച്ചിലും കണ്ടപ്പോ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു. എന്നിട്ട് എവിടെ ആ തള്ളയും മോളും? മോളെവിടെ പോയെന്നറിയില്ല, തള്ളാതുണ്ട്. എന്നാ പിന്നെ തള്ളയോട് തന്നെ നേരിട്ട് ചോദിക്കാം. മോനെ നിക്കടാ. മോൾക്ക് വേണ്ടിയാവും ഈ പച്ചമാങ്ങ അരിയുന്നത്. തള്ളയും മോളും കൂടി കഴിഞ്ഞ ദിവസം എവിടേക്കാ പോയതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ എന്തു ഭാവിച്ച? അവളെ പോലുള്ള അലവലാദികൾക്ക് കഴിഞ്ഞുകൂടാനുള്ളതല്ല ഈ വീട്. എന്താടി മിടിച്ചു നിൽക്കുന്നത്? നിന്റെ നാവറങ്ങി പോയോ? ഞാൻ എന്താ പറയേണ്ടത്? അവളെ ഇനി എത്ര കാലം ഇവിടെ പിടിച്ചു നിർത്താനാ ഭാവമെന്ന് തൊള്ളയുടെ മുന്നിലിട്ട് അവളെ അവളുടെ വയറ്റിലുള്ളതിനെയും തീർക്കുന്നത് കാണുന്നു നിങ്ങൾക്ക്. വല്ലവന്റെയും ഗർഭവും പേരിക്കൊണ്ട് എവിടെ നിന്നോ കയറി വന്നൊരു പെണ്ണിന് നിരങ്ങാനുള്ളതല്ല ഈ വീട്. മനസ്സിലായോ? പിന്നെ നിനക്കും നിന്റെ തന്തയ്ക്കും നിരങ്ങാനുള്ളതാണോടാ? പറയടാ, ആണോന്ന്? ഇത് എന്റെ അച്ഛൻ എനിക്ക് തന്ന വീടും പറമ്പുവാ. ഇവിടെ ആര് കഴിയണമെന്ന് ഞാൻ തീരുമാനിക്കും. വായടക്കടാ. ഇത്രയും കാലം നിങ്ങളൊക്കെ കാണിക്കുന്നത് കണ്ട് സഹിച്ച് ഞാൻ കഴിഞ്ഞില്ലേ? നിങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയതിന് നാട്ടുകാരിൽ നിന്ന് കിട്ടിയ അത്ര പുച്ഛവും പരിഹാസവും സഹതാപവും ഒന്നും ഈ കാര്യത്തിൽ എനിക്ക് കിട്ടാൻ പോകുന്നില്ല. ഇനി അഥവാ കിട്ടിയാൽ തന്നെ ഞാൻ അതങ്ങ് സഹിച്ചു. കേട്ടല്ലോ? നീ പറഞ്ഞത് ശരിയാ. വല്ലവന്റെയും കുഞ്ഞിനെയും ഗർഭം ധരിച്ച അവള് വന്നിരിക്കുന്നത്. നിന്റെ തള്ളയും ഒരിക്കൽ അങ്ങനെയായിരുന്നു. ആ എനിക്ക് ജീവിതകാലം മുഴുവൻ കഴിയാൻ വേണ്ടി എന്റെ അച്ഛൻ തന്ന സ്വത്തുക്കളായത്. അതാർക്ക് വേണോന്ന് തീരുമാനിക്കാനുള്ള അവകാശം അച്ഛൻ നൽകിയത് അവൾക്കാ. എന്റെ അച്ഛനില്ലാത്ത നാണക്കേട് അവളെ പറ്റിയും അവളുടെ കുഞ്ഞിനെ പറ്റിയും നിങ്ങൾക്കൊന്നും വേണ്ട. കേട്ടല്ലോ? എന്റെ അച്ഛൻ എനിക്ക് അവകാശമായി തന്ന സ്ഥലത്ത് സ്വസ്ഥമായി താമസിക്കാൻ സാധിക്കില്ല എന്ന് ഒരു പരാതി എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ തീരാവുന്ന നെഗളിപ്പേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ. മനസ്സിലായല്ലോ? ചോദ്യം ചെയ്യൽ അവസാനിച്ചെങ്കിൽ അച്ഛനും മോനും ചെല്ല്. പുറത്തിറങ്ങി നടക്കുന്നതേ ആണുങ്ങളാ. നാട്ടുകാരുടെ ചോദ്യത്തിന് അവരുത്തരം പറയണം. ആദ്യ സന്താനത്തെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോ നീ അതുകൂടെ ഓർത്ത നന്ന്.
അവൾ ഇപ്പൊ പറഞ്ഞ ഭീഷണി ഇത്തിരി കാര്യമായി തന്നെ കാണണം. പോലീസ് സ്റ്റേഷനിൽ പോയാ നമ്മളായിരിക്കും കുരുങ്ങുക. അപ്പൊ പിന്നെ നമ്മൾ എന്ത് വേണം? ഇതൊക്കെ കണ്ടും കേട്ട് ഇവിടെ തന്നെ നിൽക്കണോ? എടാ, അങ്ങനെ കഴിയാൻ എനിക്കോ നിനക്കോ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ ആദ്യം ഇവള് നമുക്ക് തരുന്ന സമ്മതപത്രം പോലെ ഒന്ന് മുദ്രപത്രത്തിൽ തയ്യാറാക്കണം. എന്നിട്ട് ബലമായി അവളെ കൊണ്ട് ഒപ്പിടിയിപ്പിക്കുകയോ വിരലടയാളം പതിപ്പിക്കുകയോ വേണം. അത് നമ്മുടെ കയ്യിലായാൽ പിന്നെ തള്ളയും മോളി ശരിക്കും വരണ്ടുള്ളൂ. നീ ആദ്യം അത് ചെയ്യാൻ നോക്കടാ. പോയി അതിനുള്ള ഏർപ്പാടുണ്ടാക്ക്. ബാക്കി നമുക്ക് നോക്കാം. ഓ ആഹാ, നീയോ? അന്ന് വന്നൊരു പോക്ക് പോയിട്ടേ പിന്നൊരു അഡ്രസ്സും ഇല്ലായിരുന്നല്ലോ പെണ്ണെ. എന്തായി? കമ്മീഷണറെ നീ കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കണ്ടില്ല സീതമ്മേ. എന്റെ കൊച്ചേ, നീ എന്റെ അടുത്ത് നാടകം കളിക്കുകയാണെങ്കിൽ അത് പറ. നിനക്ക് എന്താ അപകടം പറ്റി ഓർമ്മ പോയെന്നാ നീ പറയുന്നത്? നീ അന്ന് വന്ന് പോയതിനു ശേഷവും ഞാൻ അത് തന്നെ ആലോചിക്കുകയായിരുന്നു. എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് തന്നെ എനിക്ക് ഇന്നും പറയാനുള്ളത്. അപകടം കഴിഞ്ഞ് ആശുപത്രിയില്ല ഞാൻ ആദ്യം ഉണരുന്നത്. അതിനു മുമ്പുള്ളതൊന്നും എനിക്ക് ഓർമ്മയില്ല. അന്ന് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ സൂചിപ്പിച്ച തരം ഒരാളായിരുന്നു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ നിനക്ക് എന്താ വിശ്വസിക്കാൻ പറ്റുന്നത്? അപകടം പറ്റുന്നതിന് മുമ്പ് നീ സത്യവതിയും പുണ്യാളത്തിയുമായ ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കണോ? അത് കേൾക്കാനാണോ നീ വീണ്ടും വന്നത്? ദേ റാണി, നീ പറഞ്ഞിട്ടാ ഞാൻ ആ തട്ടുകട വിട്ടെറിഞ്ഞതും ഇവിടേക്ക് താമസം മാറിയതും ഇങ്ങനൊക്കെ ജീവിക്കാൻ തുടങ്ങിയതും. ഇനി ആ പഴയ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചല്ല നീ എന്നോട് പറയരുത് കേട്ടോ. ഞാനിപ്പോ വന്നത് മറ്റൊരു കാര്യം. എന്ത് കാര്യം? അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ സത്യം കണ്ടെത്താനായി അത് ഒളിച്ചു വെക്കാനും പറ്റില്ല. വീട്ടിൽ വെച്ച് ഞാനൊന്നും തലയിറങ്ങി വീണിരുന്നു. ആശുപത്രി പോയപ്പോ ഡോക്ടർ പറഞ്ഞത് ഞാൻ നിനക്ക് വയറ്റിലുണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്? എന്റെ ഭഗവതി, ഞാൻ എന്തൊക്കെ ഈ കേൾക്കുന്നത്? എനിക്കറിയില്ല സീതമ്മ, ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അറിയില്ലെന്നോ? എടി ഭൂദേവി, കഴിഞ്ഞ കാലം നിനക്ക് ഓർമ്മയില്ലെന്നും അപകടം പറ്റിയെന്നൊക്കെ നീ എന്നോട് നുണ പറഞ്ഞത് ഈ കാര്യം കൊണ്ടായിരുന്നല്ലേ? അയ്യോ സീതമ്മ, അങ്ങനെയല്ല. എനിക്കതൊന്നും കേൾക്കണ്ട. എന്നോട് നീയൊന്നും പറയുകയും വേണ്ട. എടി നാശം പിടിച്ചവളെ, നിന്റെ 10 വയസ്സിൽ എന്റെ കൂടെ പോരുന്നവളാ നീ. നാട്ടുകാരോട് മുഴുവൻ ഞാൻ പറഞ്ഞതേ എന്റെ പേരക്കുട്ടിയാണെന്നാ. തല്ലുണ്ടാക്കിയാലും കച്ചവടം ഉണ്ടാക്കിയാലും ഇമാതിരിയുള്ള പേരുദോഷം ഉണ്ടാക്കില്ലെന്നായിരുന്നു എന്റെ വിശ്വാസം. ആരുടെ കുഞ്ഞിനെ ചുമന്നാടി നീ ഇങ്ങോട്ട് കയറി വന്നത്? സീതമ്മ, അത് കണ്ടുപിടിക്കാനാ ഞാൻ. മതിയടി, നിർത്ത്. എനിക്ക് കാര്യം മനസ്സിലായി. നീയും കമ്മീഷണറും കൂടി എന്തോ കള്ളത്തരം പ്ലാൻ ചെയ്തിട്ടാണ് ആ വീട്ടിൽ കയറി അവകാശം പറഞ്ഞു പൊറുതി തുടങ്ങിയത്. ഇപ്പൊ നിനക്ക് വയറ്റിലുണ്ടെന്നറിഞ്ഞപ്പം അവരവിടുന്ന് ഇറക്കി വിട്ടു. അപ്പൊ നീ ഇങ്ങോട്ട് വന്ന് കയറി. അതല്ലേ ഉണ്ടായത്?